നൽകി തന്നു ഒരു നല്ലൊരു അവസ്ഥ ചെയ്യുന്നു. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പാസ്റ്റർ പറയുകയുണ്ടായി ചെറിയൊരു ചിന്ത നമുക്ക് വേണ്ടി സമയത്ത് എങ്ങനെയാണ് ഒരു ചെറിയ ചിന്ത. കാരണം ബൈബിളിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ ചിന്തകൾ ചെറുതല്ല, ചിന്തകളെല്ലാം വലിയ വലുതാണ്. പക്ഷെ പാസ്റ്റർ ഞാൻ ഇന്ന് എന്റെ മനസ്സിൽ ദൈവം നൽകി തന്ന വചനത്തോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു വചനമാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ആ സമയം കണ്ട പലപ്പോഴും വിചാരിച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത്. എന്നാലോ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും ചിന്തിച്ചിടത്ത് ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, ഈ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരികയില്ലായിരുന്നു. അതാണ് ചില സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഞാൻ ദൈവം സംസാരിച്ച ഒരു വചനമുണ്ട്. 2 തിമോത്തി chapter 4:17 അല്ലെങ്കിൽ മലയാളത്തിൽ വായിച്ചാണ് दूसरा तिमोथियस का 4:17 वचन. पिछले हफ्ते से लेकर मैंने चिंता में था इस वचन का ऊपर, वहां पर प्रभु का वचन हमें ये सिखाता है जो मेरा होता आज मेरे वहां नहीं हूं, फिर भी प्रभु मेरे जीवन के बारे में जो जगह सोचा था मैंने वो जगह पर खड़ा हूं खुशी के साथ. 2 തിമോത്തിയുടെ ലേഖനം അതിന്റെ 4 അതിന്റെ 17 വചനം. കർത്താവ് എനിക്ക് തുണ നിന്ന് എന്ത് നിവർത്തിപ്പാനായിട്ടാണ്? പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികൾ കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഡാനിയേൽ പുസ്തകം അതിന്റെ 6ന്റെ 22 വചനം വായിക്കേണ്ടതില്ല, വായിക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കുറിച്ചിടാം. ഇതേ കാര്യങ്ങൾ ദാനിയേൽ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഈ സിംഹക്കുഴിയിൽ എത്തുമെന്ന്. പക്ഷേ ദൈവമായിട്ട് സിംഹക്കുഴിയിൽ എത്തിച്ചുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിന്നതിന് ശേഷം ആ സിംഹക്കുഴിയിൽ എത്തിയെങ്കിൽ സിംഹത്തിന്റെ വായ അടയ്ക്കാനും ദൈവത്തിന് വളരെ വ്യക്തമായിട്ടും അറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ഈ ഒരു ചർച്ചിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നവരുണ്ട്, വളരെ വളരെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പല പ്രാർത്ഥനാ വിഷയങ്ങളാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. എന്നാലോ ഒരു ഉന്നമനവും കാണാത്തവരുമുണ്ട്, ദുഃഖത്താൽ നിൽക്കുന്നവരുമുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവത്തിന്റെ ആ ഉദ്ദേശം പൂർത്തീകരിക്കുന്നവരായിട്ടാണ് എങ്കിൽ, എത്ര വലിയ കുഴിയിലേക്ക് ലോകം നമ്മളെ തള്ളിയിട്ടാലും അവിടെ ശത്രുക്കളുടെ വാ അടപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എന്നെയും സിംഹങ്ങളുടെ വായിൽ നിന്ന് ഈ സർവശക്തൻ വിടുവിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്നത് തന്റെ സാക്ഷ്യമാണ് താൻ തിമോത്തിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. താൻ റോമിലായിരുന്ന സമയത്ത് തന്റെ ജീവിതം ഏകദേശം അവസാനിച്ചു എന്നുള്ള കാര്യം അതേ അധ്യായത്തിന്റെ 10 വചനങ്ങൾ വായിച്ചാൽ സാധിക്കും. താൻ തിമോത്തിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി നിലനിന്നു. ഈ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നത് ഞാൻ നിങ്ങളുടെ വിളി ഞാൻ പൂർത്തീകരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. ആ ഉറപ്പുള്ളവർക്ക് മാത്രമേ 17 വചനം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം പറയുന്ന കാര്യം മാത്രമല്ല, അത് ഹൃദയത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആരും എന്റെ ഇംഗ്ലീഷ് എന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ബട്ട് എന്റെ ഹിന്ദി എങ്ങനെയാണ്, ലേഖിൻ. ബട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ മുന്നമേ പറഞ്ഞ കാര്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തോ കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ 16 വചനത്തിൽ പറഞ്ഞിരുന്നത്, ഞാൻ രാജാക്കന്മാരുടെ മുന്നിൽ നിന്നപ്പോൾ ആരും എന്റെ കൂടെ നിന്നില്ല. ആരാണ് എന്റെ കൂടെ നിന്നെന്നാണ് പൗലോസ് പറയുന്നത്. സർവശക്തനായ ദൈവം എന്റെ കൂടത്തിൽ നിന്നു. ഈ ലോകത്തേക്ക് നോക്കിയാൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് കൂടെ നിൽക്കുവാൻ പലരും നമ്മുടെ കൂടത്തിൽ കാണും. എന്നാലോ ഞാനും നിങ്ങളും ഒന്ന് ഇരുന്ന് പോയാൽ നമ്മുടെ കൂടെ നിൽക്കുവാനായിട്ട് ആരും കാണത്തില്ല. ഇതാണ് സത്യാവസ്ഥ. എന്നാൽ പൗലോസ് പറയുന്നത്, ഞാൻ ഇരുന്ന് പോയ സമയത്തും അവർ എന്റെ കൂടെ നിൽക്കുക മാത്രമല്ല ചെയ്തത്. അതിൽ തുടർ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്നെ ശക്തീകരിച്ചു. അപ്പോൾ എന്നെ ശക്തീകരിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് അവിടെ പൗലോസ് തിമോത്തിയോട് പറയുന്നു. നീ കഷ്ടത്തിന്റെ നടുവിലാകുമ്പോൾ എന്റെ കഷ്ടം നാളെ സാക്ഷിന് വേണ്ടിയുള്ള ഒരു അനുഭവം എനിക്ക് നൽകുന്നതാകുന്നു. പൗലോസ് എഴുതുമ്പോഴും തന്റെ മരണത്തെ മുന്നേ കണ്ടുകൊണ്ടാണ് താൻ എഴുതുന്നത്. താൻ ഒരിക്കലും ഇതെല്ലാം എഴുതി തിമോത്തിയെ അറിയിച്ച ശേഷം താൻ ഒരു നല്ല സുഖ ജീവിതത്തിലേക്ക് പോകുമെന്ന് തനിക്ക് ഒരിക്കലും ഒരു ചിന്തയില്ലായിരുന്നു.
ഇന്നല്ലേ നാളെ രാജാക്കന്മാർ എന്റെ തലയാൾക്കും ഇല്ല തന്നെ കൊന്നു കളയും എന്ന് തനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ഇന്ന് വചനത്തിൽ നിന്ന് ഭാഷണോട് സംസാരിച്ചു. അവിടെ ആനന്ദ് കർക്ക് ഹിന്ദി മിലിക്കാതെ അതിന്റെ മലയാളം ആനന്ദം എന്നായിരിക്കും. ഒരിക്കലും സന്തോഷം എന്നുള്ള വാക്കല്ല. സന്തോഷം ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമിൽ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത് സന്തോഷമല്ല, ആനന്ദമാണ്. കാരണം എന്റെ മുന്നോട്ടുള്ള വഴികളിൽ എന്നും അതൊരു വഴിത്താരിയായി നിൽക്കും. എന്ന് വെച്ചാൽ സന്തോഷമല്ല ദൈവം നമുക്ക് നൽകുന്നത്, ആനന്ദമാണ്. ദുഃഖത്തിലും വിശ്വാസമുള്ളവരുടെ ജീവിതത്തിലെ ആ ആനന്ദത്തിന്റെ അനുഭവം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ താഴത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, അതിന് താഴെ വായിച്ചിട്ട് 18, എല്ലാ ദുഷ്പ്രവൃത്തിയിൽ നിന്നും കർത്താവിനെ വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി. അപ്പോൾ നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ വിടുവിച്ച നമ്മളെ ശക്തീകരിക്കുന്നതും ഒരിക്കലും ഞാൻ എനിക്ക് കിട്ടിയ സന്തോഷത്തിൽ മുഴുകി ജീവിക്കുവാൻ വേണ്ടി അല്ല. കാരണം എഴുതി വെച്ചിരിക്കുന്നത് പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിക്കുവാൻ. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഒരു ഭാരം ദൈവം വെച്ചിട്ടുണ്ട്. ഈ സാക്ഷ്യത്തെ ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു. ഇതാണ് നിവർത്തീകരിക്കേണ്ടത്. അപ്പോൾ ഈ ചെറിയ ചിന്ത എനിക്കും നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് തന്റെ വിശ്വാസ ജീവിതത്തിൽ താൻ ഒരു വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റേതായ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കുള്ള പോലെ നമ്മുടേതായ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടേതായ ചില ചിന്തകൾ നമുക്ക് മുന്നമേ ഉണ്ട്. നമ്മൾ അതുമായിട്ട് പ്രാർത്ഥിച്ചവരാണ്, അതുമായിട്ട് പല ദിവസങ്ങൾ മുഴങ്ങാതിരുന്നവരായിരിക്കും. പക്ഷേ ശൗലിന്റെ ജീവിതത്തിൽ നോക്കിയാൽ താൻ ഈ പ്രാർത്ഥിക്കുന്നവരെ നശിപ്പിച്ചു കളയുവാനായിട്ട് ദമസ്കസിലെ യാത്രയിലായിരുന്നു. ആ യാത്രയിലായിരുന്ന സമയത്താണ് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായത്. അതിനുശേഷമുള്ള കഥ വായിച്ചാൽ കാണാൻ സാധിക്കുന്നത്, താൻ ദമസ്കസിലേക്ക് പോയത് പ്രാർത്ഥിക്കുന്നവരെ നശിപ്പിക്കുവാനായിട്ടാണ് എങ്കിൽ താൻ ദമസ്കസിൽ എത്തിയപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ഈ രക്ഷയുടെ വചനം പറയുന്നവരായി തീരുവാനിടയായി. എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏത് ശക്തിനെയും ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതിനുശേഷം പൗലോസിന്റെ ജീവിതത്തിൽ താൻ പറയുന്നത് സിംഹങ്ങളുടെ കഥ എഴുതിയല്ലോ. പൗലോസിന്റെ ജീവിതത്തിൽ ഒരിക്കലും സിംഹങ്ങളുടെ മുന്നിൽ പോയതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല. ഒരു അണലി കടിച്ചതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സിംഹത്തിന്റെ മുന്നിൽ പോയതായിട്ട് എഴുതിയിട്ടില്ല. ചിലപ്പോൾ വചനങ്ങളിൽ സിംഹങ്ങൾ എഴുതിയിരിക്കുന്നത് അന്നത്തെ രാജാക്കന്മാരെയോ അന്നത്തെ സേനാപതികളെയോ ആയിരിക്കും. നമ്മൾ വചനത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷെ പൗലോസിന്റെ ഒരു കാരണമുണ്ട്. അതിനുശേഷം ദൈവം തന്നോട് പറഞ്ഞു, നീ എന്നെ സാക്ഷീകരിക്കുവാനായിട്ടാണ് ഇനിയുള്ള ജീവിതം. അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനങ്ങൾ ഏതെടുത്ത് വായിച്ചാൽ തന്നെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു അധ്യായം തിമോത്തിക്ക് എഴുതിയ ലേഖനം 1:1 വായിച്ചാൽ 1:1 2 തിമോത്തി 1:1. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് എല്ലാത്തിനും തുടക്കത്തിൽ പറയുന്നത്. കാരണം തന്നെ പോലെ ഒരു വ്യക്തി നിന്നുകൊണ്ട് വചനം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുവാൻ ആർക്കും മനസ്സ് കാണത്തില്ല. കാരണം ഒരിക്കൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇന്ന് നിന്നുകൊണ്ട് പറയുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. അതുകൊണ്ടാണ് എല്ലാത്തിനും തുടക്കത്തിൽ തന്നെ ജീവിതം ചുരുക്ക വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഞാൻ നനച്ച വഴിയിലല്ല ഞാൻ നിൽക്കുന്നത്, പക്ഷേ എന്നെ കുറിച്ച് നനച്ചവൻ എന്നെ ഒരു വഴിയിലാക്കി. അതെന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ ദിനങ്ങളും ഞാൻ ആ വഴിയിൽ നടക്കേണ്ടവനാകുന്നു. ആ ഒരു നിർബന്ധം എന്റെ ജീവിതത്തിലുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു വാഗ്ദത്തം എന്റെ ജീവിതത്തിലുണ്ട്. ആ വാഗ്ദത്തത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ അവൻ എന്റെ കൂടെ നിന്നത് മാത്രമല്ല, എന്നെ ശക്തീകരിച്ചു. ആ വാഗ്ദത്തം ഇതായിരുന്നു, ഈ പ്രസംഗം ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഈ പ്രസംഗം ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഈ പ്രാർത്ഥന, ഈ കഷ്ടത്തിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ ഇവിടെ അവസാനിക്കേണ്ടതല്ല. കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ നാളെ പലരെയും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വചനങ്ങളായി, സാക്ഷ്യങ്ങളായി തീരും. പൗലോസ് മൂന്നാമതായി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരു സാക്ഷ്യമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് തിമോത്തിയോട് ഞാൻ പറയുന്നത്, ഇതെല്ലാം ഞാൻ നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നിന്നെ തകർത്ത് കളയും, ചില കാര്യങ്ങൾ നിന്നെ തളർത്തി കളയും. അതിന്റെ മുന്നമേ നീ അതിനെ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരുടെയും സാക്ഷ്യങ്ങളും പല വചനങ്ങളും കേൾക്കുമ്പോഴും നമ്മളും നിരച്ചു വെച്ചതിലല്ല ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത്.
ഞാൻ പല പ്രാർത്ഥന വിഷയങ്ങളായി നടന്നൊരു വ്യക്തിയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലിക്ക് കയറിയപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിലച്ചോടത്തല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ വിചാരിച്ച വഴിയിലല്ല ഞാൻ സഞ്ചരിക്കുന്നത്. പക്ഷേ ഞാൻ നിലച്ച വഴിയിൽ എനിക്ക് ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ദൈവം നിലച്ച വഴിയിൽ, പൗലോസ് പറഞ്ഞതാണ്, ദൈവം നിലച്ച വഴിയിൽ, ദൈവം നിലച്ച സ്ഥലത്ത് ഞാൻ പോയി നിൽക്കുമ്പോൾ ആ ആനന്ദം, അവൻ എന്റെ കരങ്ങൾ പിടിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. ഒരിക്കലും പറഞ്ഞിടാൻ പറ്റും, വായിച്ചാണ്. അപ്പോൾ പല ജാതികളും ഇനിയും എന്നിലൂടെയും നിങ്ങളുടെയും ഈ വചനം കേൾക്കുവാനായിട്ടുണ്ട്. പൗലോസിന്റെ വചനങ്ങൾ എടുത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് തോന്നുന്ന കാര്യം, ഒന്നിലെ പാസ്റ്റർമാർക്ക് എന്നില്ലെങ്കിൽ മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇതെന്നാണ്. എന്റെ പാസ്റ്റർ അടുത്ത വചനത്തിലൂടെ പുരോഹിതന്മാർ, യാചകർ, ഇതിന്റെ ഹിന്ദി എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ പുരോഹിതന്മാരാണ്. കാരണം ഈ പ്രസംഗം എനിക്കോ പാസ്റ്ററിനോ അതോ നമ്മുടെ ലീഡേഴ്സ്മാർക്ക് ഉള്ളത് വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം എന്നും എന്നേക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ 9-ാം വചനത്തിൽ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. 9-ാം വചനം 4:9. Do your best to come to me soon. അവിടെ എഴുതിയിരിക്കുന്ന വേഗത്തിൽ എന്റെ അടുത്ത് വരുവാൻ ഉത്സാഹിക്കുക. അതിന്റെ മലയാളത്തിൽ അതിന്റെ കണ്ടന്റ് എത്രയധികം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, നിന്നെ കൊണ്ട് എത്രയധികം പറ്റുമോ അത് നീ ഈ വിശ്വാസത്തിന് വേണ്ടി ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നതിന് അപ്പുറത്തേക്ക് ദൈവം ഒരിക്കലും ഒന്നും നൽകി തന്നിട്ടില്ല. ദുഃഖമോ നിരാശയോ നമുക്ക് പറ്റുമെന്ന് അറിവുള്ളതുകൊണ്ടാണ് ഇത് തന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ വചനമില്ലെങ്കിൽ, നമ്മൾ നിരാശയിലിരിക്കുമ്പോൾ, നമ്മൾ ദുഃഖത്തിലിരിക്കുമ്പോൾ പല പല സൗണ്ടുകൾ, പല പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. നമ്മളിത് പത്രത്തിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. മിനിറ്റിലാണ് ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുന്നതും ഒരാളെ കൊല്ലുന്നതും. ഞാൻ ഒരിക്കൽ ചിന്തിക്കുകയുണ്ടായി, ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാനുള്ള കാര്യം എന്താണ്? നമ്മളെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ വചനം കൊണ്ട് നിറച്ചില്ലെങ്കിൽ വേറെ പലവിധമായ ചിന്തകൾ നമ്മളെ നിറയ്ക്കുവാനിടയാകും, അത് നമ്മളെ അവസാനിപ്പിക്കാനിടയാകും. ഇതേ ഒരു തത്വം തന്നെയാണ് തിമോത്തിയോടും പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നോട് നിങ്ങളോടും ഈ വചനങ്ങൾ പറഞ്ഞു തരുന്നത്, അവൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള സാക്ഷ്യം, പ്രസംഗം ഇന്ന് അവസാനിക്കുന്നതല്ല, എന്നും എന്നേക്കുമുള്ളതാണ്. നാളെ ഞാൻ മരണത്തെ കണ്ടുകൊണ്ടായിരിക്കും ഈ സാക്ഷ്യം പറയുന്നത്. പക്ഷേ എന്റെ വിശ്വാസം ഇതാണ്, എന്റെ പിതാവ്, എന്റെ സർവശക്തമായ ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്റെ മാതാവോ പിതാവോ എന്റെ കൂട്ടുകാരോ ആരും എന്റെ കൂടെ നിന്നില്ലെങ്കിലും എന്റെ കൂടെ നിൽക്കുവാൻ ഞാൻ ഇരുന്നു പോകുമ്പോൾ എന്റെ കൂടെ നിൽക്കുമെന്ന് വാഗ്ദത്തം തന്നവൻ എന്റെ ജീവിതത്തിൽ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തെ